നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു കാര്യം നമുക്ക് മുമ്പ് എവിടെയോ സംഭവിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് നമുക്ക് മുമ്പ് എവിടെയോ ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറില്ലേ? നമുക്ക് ദേജാവ് സംഭവിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പല പല തിയറീസ് ആണ് നമ്മൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുള്ളത്. അതായത് നമ്മുടെ പാരലൽ യൂണിവേഴ്സുകൾ തമ്മിലുണ്ടാവുന്ന ഒരു ഗ്ലിച്ച് ആണ്, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്തോ ഒരു കണക്ഷൻ ആണ്, അങ്ങനെയൊക്കെ ഇതിനെപ്പറ്റി പറയാറുണ്ട്. ബട്ട് അപ്പാർട്ട് ഫ്രം ഓൾ ഓഫ് ദിസ്, സീരിയസ്ലി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിനിന് കുറെ അധികം കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതില് മോസ്റ്റ് ഓഫ് ദ പാർട്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. നിങ്ങൾക്കറിയാമോ, 30 ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് വരെ പ്ലേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മൈൻഡിനെ പറ്റി പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തേക്ക് പോകുന്നില്ല. ഇത്ര മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ മൈൻഡ് വളരെയധികം കോംപ്ലക്സ് ആണ്. നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും, നമ്മൾ അൺകോൺഷ്യസ്ലി കാണുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവുന്നുണ്ട്. ഇറ്റ് മെ നോട്ട് ബി ദർ കോൺഷ്യസ്ലി, ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ ദർ. നമ്മൾ കേൾക്കുന്ന എല്ലാ സൗണ്ടുകളും, അതുപോലെ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ രുചിക്കുന്ന എല്ലാ രുചികളും, അതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ആവുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ അൺകോൺഷ്യസ് ആയിട്ട് തന്നെ കിടക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ ഇത് എവിടെയോ വെച്ച് സംഭവിച്ചിട്ടുള്ളതാണെന്ന് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ബിക്കോസ് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും നമ്മുടെ ബ്രെയിനിനകത്ത് തന്നെയുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ മൈൻഡിന്റെ ഒരു കളികളാണ്. അപ്പോൾ ഇതിനെ ആ തരത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക.